പതിവ് തെറ്റാതെ ഇന്നും നേരം വെളുത്തിട്ടുണ്ട്. ഇന്ന് രാവിലത്തേടെ ഇവിടെ ദോശയാണ്. ദോശ ഉണ്ടാക്കാൻ നേരത്തെ ഞാൻ മിക്കപ്പോഴും നല്ലെണ്ണയാണ് ദോശക്കല്ലിൽ തൂത്ത് കൊടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ ആദ്യം ഉണ്ടാക്കുന്ന ദോശകൾക്കൊക്കെ ഈ ദോശക്കല്ലിനോട് വല്ലാത്ത പ്രേമമാണ് കേട്ടോ. ഒട്ടിപ്പിടിച്ചങ്ങനെ ഇരിക്കും. ആ ബന്ധത്തെ തകർക്കാൻ ഈ നല്ലെണ്ണയ്ക്ക് നല്ല മിടുക്കാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നല്ലെണ്ണ തൂത്ത് കഴിഞ്ഞാൽ ഈ ദോശ ചട്ടുകത്തിനോടൊപ്പം ഇങ്ങ് പോരും. ദോശക്കല്ലിൻ്റെ കൂടായാലും ചട്ടുകത്തിൻ്റെ കൂടായാലും എത്ര ഭംഗിയായിട്ട് ചേർന്നിരുന്നെന്ന് പറഞ്ഞാലും അവസാനം നമ്മുടെ പല്ലിൻ്റെ കടി കൊണ്ട് ചതഞ്ഞരഞ്ഞ് മരിക്കാനാണ് ഈ ദോശയുടെ വിധി. മോനുകുട്ടൻ എഴുന്നേറ്റ് വന്നാൽ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അടുക്കളയിൽ വന്ന് ഇങ്ങനെ നിൽക്കും. പിന്നെ വാട്ടർ ബോട്ടിലൊക്കെ നിറച്ച് അവൻ്റെ പണികളൊക്കെ ചെയ്ത് തീർക്കും. തലേരാത്രിയിൽ അത്താഴത്തിന് നമ്മൾ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഒരു ഇമ്മിണി ചമ്മന്തി, അതും തക്കാളി ചമ്മന്തി അരയ്ക്കാൻ പോവാണ്. ഇവിടെ രണ്ടുപേരും ഉള്ളത് കൊണ്ട് രണ്ട് രുചികളാണ് രണ്ടു പേർക്കും ഇഷ്ടം. അപ്പോൾ തക്കാളി ചമ്മന്തിയിൽ കടുക് പൊട്ടിക്കുന്നത് മുത്തിന് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ കടുക് പൊട്ടിക്കാതെ കുറച്ച് അവന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ബാക്കിയുള്ളതിൽ ഇച്ചിരി കടുകൊക്കെ വറുത്ത് ചേർത്ത് എടുത്തിട്ടുണ്ട്. എനിക്ക് മോനുകുട്ടനും എനിക്ക് എങ്ങനെയായാലും കുഴപ്പമില്ല. മോനുകുട്ടന് സ്കൂളിൽ പോകേണ്ട ദിവസമായിരുന്നു കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് ഇതാ കഴിക്കാൻ വന്നിട്ടുണ്ട്. മുത്തും അന്നേരം തന്നെ വന്ന് കഴിച്ചു. ഞാൻ മോനുകൂടെ സ്കൂളിൽ പോയി കഴിഞ്ഞാണ് കഴിക്കാനെടുത്തത്. ദോശയും സാമ്പാറും ചമ്മന്തിയും എല്ലാം കൂട്ടി കുഴച്ചും കഴിച്ചു.